കൈരളിയുടെ ചീഫ് എഡിറ്റർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സാർ ഏറ്റെടുത്ത് അയാളോട് തന്നെ നടത്താൻ പറയും. ബഹുമാനപ്പെട്ട ആരോഗ്യ ഉപമന്ത്രി ശ്രീമതി വീണ ജോർജ് പഠിച്ച ഇന്ത്യയുടെ മാപ്പിൽ, ഇന്ത്യയുടെ ഭൂപടത്തിൽ സിക്കിം ഇല്ലേ സാർ? എന്താ നിപ്പയുടെ കോവിഡിന്റെ അവസ്ഥ? നിപ്പ ആർക്കൊക്കെ ബാധിച്ചു? ആ രോഗികളെല്ലാം മരിച്ചു. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളങ്ങനെ സൂചിപ്പിക്കാൻ വരണ്ട. യൂത്ത് കോൺഗ്രസ് ആയാലും KSU ആയാലും ഒരു നേതാവായി വളരുന്നതിന് വേണ്ട മിനിമം യോഗ്യത കഞ്ഞിക്കുഴിത്തരങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്യാനറിയുക എന്നതാണ്. അതിന്റെ മകിട ഉദാഹരണങ്ങളായ ഒട്ടനവധി നേതാക്കൾ പിന്നീട് കോൺഗ്രസിന് തന്നെ മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്. എന്നാൽ കഞ്ഞിക്കുഴിത്തരത്തിന്റെ എക്സ്ട്രീം വേർഷൻ കേരളം കാണുന്നത് വ്യാജ ID കാർഡ് അടിച്ചിറക്കി വോട്ട് ചെയ്യിപ്പിച്ച് ഒരാൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകുന്നതിലൂടെയാണ്. അതെ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. വ്യാജ അപനിർമ്മിതിയിലൂടെ ഒരു നേതാവിന്റെ ജനനം. വാ തുറന്നാൽ പച്ചക്കള്ളം വിളിച്ചു പറയുന്ന ഒരു നേതാവ്. 4 പേരെ ചുറ്റിലും നിർത്തി റീൽസ് എടുത്താൽ നേതാവായി വിലസാമെന്നാണ് ഇദ്ദേഹത്തിന്റെ ധാരണ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉളുപ്പുമില്ലാതെ നുണ പറയുവാനുള്ള മാങ്കൂട്ടത്തിന്റെ തൊലിക്കെട്ടി അപാരം തന്നെ. എന്തിനേറെ നിയമസഭയ്ക്കകത്തു പോലും ഈ നുണ പറച്ചിൽ നടത്തി. ബഹുമാനപ്പെട്ട ആരോഗ്യ ഉപമന്ത്രി ശ്രീമതി വീണ ജോർജ് പഠിച്ച ഇന്ത്യയുടെ മാപ്പിൽ, ഇന്ത്യയുടെ ഭൂപടത്തിൽ സിക്കിം ഇല്ലേ സാർ? സിക്കിമിൽ 10,000 രൂപയാണ് സാർ. വളരെയറിയാം, ആ 10,000 രൂപ കേരളത്തിൽ കൊടുക്കുന്ന 7,000-ന് മുകളിലാണ് സാർ. ആശമാർക്ക് മറ്റൊരു തൊഴിലിനും പോകാൻ കഴിയില്ലെന്ന് കാട്ടി സർക്കാർ സർക്കുലർ ഇറക്കിയത്രേ. സ്പോട്ടിൽ മന്ത്രി വീണ ജോർജ് അത് പൊളിച്ചു. ഞാൻ പഠിച്ചെടുത്ത് കൃത്യമായി തന്നെ പഠിച്ചിട്ടുണ്ട് സാർ. ഇതിൽ സിക്കിമിന്റെ ഗവൺമെന്റ് ഉത്തരവുണ്ട് സാർ. ഞങ്ങൾ ഈ വാർത്ത ഇങ്ങനെ പല മാധ്യമങ്ങളും കൊടുക്കുന്നത് കണ്ടിട്ട് അതുപോലെ ഒരു ഉത്തരത്തിനകത്തും 10,000 രൂപയായിട്ട് ഡിക്ലെയർ ചെയ്തു എന്ന് കണ്ടിരുന്നു സാർ. അതനുസരിച്ച് അവിടുത്തെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഉൾപ്പെടെ ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ ദിവസം അയച്ചു തന്ന ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട് സാർ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 6,000 രൂപയാണ് എന്നുള്ളതാണ്. അവർ പറയുന്നത് വിശ്വസിക്കുകയും നമുക്ക് മാർഗമുള്ളൂ സാർ. തെരുവിൽ കിടന്ന് പച്ചക്കള്ളം വിളമ്പുന്നത് പോലെ സഭയ്ക്കകത്ത് വന്ന് തോന്നിയത് പറയാമെന്ന് കരുതിയ രാഹുൽ മാങ്കൂട്ടം അന്ന് എയറിലായത് എങ്ങനെ മറക്കും? അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കില്ലെന്ന ചൊല്ലുപോലെ MLA ആയാലും കള്ളത്തരങ്ങൾക്ക് ഒരു കുറവും വരുത്തിയില്ല. അത് നിർബാധം തുടർന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മാങ്കൂട്ടത്തിന്റെ ലീലാവിലാസങ്ങൾ കാണേണ്ട കാഴ്ചയായിരുന്നു. ഇരുട്ടിന്റെ മറവിൽ അൻവറുമായുള്ള രഹസ്യ ചർച്ച പുറത്തു വന്നത്, വാഹന പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥരുടെ മെക്കിട്ടുകയറൽ നാടകം, അങ്ങനെ എന്തൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമല്ലേ ആദിവാസി ഊരിലേക്ക് പാലം പണിയുടെ റീലെടുക്കാൻ പോയി നാട്ടുകാർ എടുത്തിട്ടുടുത്തത്. ഓരോ തവണ എയറിലാകുമ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും എയറിലേക്ക് പോകാനുള്ള കഞ്ഞിക്കുഴിത്തരങ്ങളുമായി ഇദ്ദേഹം കുളിച്ചൊരുങ്ങി കുട്ടപ്പനായി വന്നു നിൽക്കും. കേരളത്തിൽ നിപ്പ വന്നവരെല്ലാം മരിച്ചെന്ന വ്യാജ പ്രസ്താവനയാണ് ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പിന്നീട് വന്ന മൊഴിമുത്ത്. നിപ്പ ആർക്കൊക്കെ വന്നോ അവരെല്ലാം മരിച്ചെന്നാണ് രാഹുൽ പറയുന്നത്. എന്താ നിപ്പയുടെ കോവിഡിന്റെ അവസ്ഥ? നിപ്പ ആർക്കൊക്കെ ബാധിച്ചു? ആ രോഗികളെല്ലാം മരിച്ചു. അപ്പോൾ അജന്യ, ഉബീഷ്, ഗോകുൽ എന്നിവ ഉൾപ്പെടെയുള്ളവരെയൊക്കെ രാഹുലിന് അറിയില്ലേ? നിപ്പയെ അതിജീവിച്ച ഇവരെല്ലാം ഇപ്പോഴും ആരോഗ്യത്തോടെ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടെന്ന കാര്യം സൗകര്യപൂർവ്വം മറന്നുകൊണ്ടാണ് രാഹുലിന്റെ കല്ലുവെച്ച നുണ. അതൊക്കെ പോകട്ടെ, കേരളം ഒന്നടങ്കം സങ്കടപ്പെട്ട ഒന്നാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായ, ഉള്ളതെല്ലാം ഒലിച്ചുപോയ ഒരു ജനത. കേരളം അവരെ ചേർത്തു പിടിച്ചു. എന്നാൽ അതിനൊപ്പം നിൽക്കാതെ സ്വന്തമായി ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. ഇതിനായി നാടുനീള പിരിവും പലതരം ഫണ്ട് ശേഖരണ ചലഞ്ചും ആരംഭിച്ചു. അതിനിടെ DYFI ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാനായി ശേഖരിച്ച ഫണ്ട് സർക്കാരിന് കൈമാറി. എന്നാൽ യൂത്ത് കോൺഗ്രസുകാർ പ്രഖ്യാപിച്ച വീടിനെ കുറിച്ച് ഒരു വിവരവുമില്ല. അതിനിടെ അവരുടെ സംസ്ഥാന ക്യാമ്പിൽ ഇതേക്കുറിച്ച് ചോദ്യമുയർന്നു. ഇതോടെ നാട്ടിലെങ്ങും യൂത്ത് കോൺഗ്രസുകാർ നടത്തിയ പിരിവും തുക കൈമാറിയതിന്റെയും ഒക്കെ പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. മറ്റു മാധ്യമങ്ങൾ മുക്കാൻ നോക്കിയ ഈ വാർത്തകളൊക്കെ ചൂടോടെ തന്നെ കൈരളി ജനങ്ങളിലേക്ക് എത്തിച്ചു. പണം പിരിച്ചു നൽകിയെങ്കിലും വീടെവിടെ എന്ന ചോദ്യം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തെ വലച്ചു. അതോടെ അവർക്ക് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നു. പ്രതിരോധിക്കാൻ മുടന്ത ന്യായങ്ങളുമായി അവരുടെ സ്വന്തം നേതാവ് തന്നെ അവതരിച്ചു. 88 ലക്ഷം മാത്രമാണ് പിരിച്ചു കിട്ടിയതെന്നും സർക്കാർ സ്ഥലം കണ്ടെത്തി നൽകിയില്ലെന്നുമൊക്കെ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ നിയോജക മണ്ഡലങ്ങൾ പിരിച്ച പണം എവിടെയെന്ന ചോദ്യം കൈരളി ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇതോടെയാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് വിഷയത്തിൽ ഇടപെടേണ്ടി വന്നത്. 11 നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെ രാഹുലിന് പുറത്താക്കേണ്ടി വന്നു. ഈ സർക്കുലറും ആദ്യം കൈരളി ന്യൂസ് വാർത്തയാക്കി. തൊട്ടു പിന്നാലെ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ ഫണ്ട് പിരിവിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി KPCC അധ്യക്ഷനും രാഹുൽ മാങ്കൂട്ടത്തിനും നേതാക്കൾ നൽകിയ പരാതിയുടെ പകർപ്പും കൈരളി പുറത്തുവിട്ടു.
ന്യായീകരണം മാത്രമല്ല, പിടിക്കപ്പെട്ടവന്റെ ജാള്യതയും രോഷവും ഒക്കെ ആ മുഖത്തുണ്ടായിരുന്നു. അതുകൊണ്ടരിശം തീരാഞ്ഞവന പുരയുടെ ചുറ്റും മണ്ടി നടന്നുവെന്ന് പറയും പോലെ കൈരളിക്ക് നേരെ തിരിഞ്ഞു. അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും പുച്ഛത്തിനുമൊന്നും ഒരു കുറവുമില്ല. അത്തരത്തിൽ 50,000 രൂപ സമാഹരിക്കാൻ പറ്റാത്ത 19ഓളം അസംബ്ലികൾക്കെതിരായിട്ട് നടപടിയെടുത്തപ്പോൾ കൈരളിയുടെ ഹീനമായ വൃത്തികെട്ട വാർത്ത. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ താനാണെങ്കിൽ താൻ പറയുന്ന വാർത്ത മാത്രമാണ് നൽകേണ്ടതെന്നാണ് ഇദ്ദേഹത്തിന്റെ വിചിത്രവാദം. കൈരളിയുടെ ചീഫ് എഡിറ്റർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിട്ട് അയാളോട് തന്നെ നടത്താൻ പറയും. അയാൾ അയാൾക്ക് ഇഷ്ടമുള്ള വാർത്തകൾ കൊടുക്കാം. അതല്ല, ഞാൻ എടുക്കുന്ന നടപടിയാണെങ്കിൽ ഞാൻ പറയുന്ന വാർത്ത കൊടുക്കാൻ പറയും. മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന ക്രമക്കേടുകൾ ഓരോന്നായി പുറത്തു വരുന്നതാണ് രാഹുലിനെ പ്രകോപിപ്പിച്ചത്. രാഹുലിന് പൊള്ളിയാലും അധിക്ഷേപം തുടർന്നാലും കൈരളി ചോദിച്ചുകൊണ്ടിരിക്കും, വയനാട് ദുരിതബാധിതർക്കായി പ്രഖ്യാപിച്ച 30 വീടുകൾ എവിടെ? അതിനായി പിരിച്ചെടുത്ത പണം എവിടെ? വ്യാജ ID കാർഡ് ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസ് സംഘടനാ തലപ്പത്തേക്കെത്തിയ വ്യാജ ലേബലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ കൈരളിക്ക് ക്ലാസ് എടുക്കേണ്ടതില്ല.